ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഈ ഒരു വിഷയം ഒരു കൂട്ടം ആൾക്കാർക്ക്, അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താ പറയുക, അവരുടെ വിഷയം സമൂഹത്തിൻ്റെ മുമ്പിൽ പൊതുജന ശ്രദ്ധ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് താല്പര്യമില്ലാത്ത ആൾക്കാർ ദയവായി കാണാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് മുൻകൂട്ടി പറയാനുള്ളൂ. കാരണം കുറച്ച് ദിവസം ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ, അഥവാ ഈ ഇദ്ദേഹത്തിൻ്റെ ഭീഷണിയും മറ്റുള്ള കാര്യങ്ങളും, ഈ പ്രമുഖ അണ്ണൻ്റെ അണ്ണാച്ചിയുടെ ഭീഷണിയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു വാർത്തകൾ പിന്നെ ആരും സംസാരിക്കാതാവുന്നുണ്ട്. ഇപ്പോൾ അത് തന്നെയാണ് അവരുടെ ആവശ്യവും. ഓക്കെ, പല ജീവൻ്റെ ഭയം കൊണ്ടാണ്. എനിക്കൊക്കെ നല്ല രീതിയിൽ പണി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ഇനിയിപ്പോൾ എന്തോ ചെയ്യാൻ, എന്തായാലും ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും എന്നുള്ള ഒരു ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യാൻ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, തിന്നട്ടെ. എല്ലാവരും കഴിഞ്ഞൊരു വീഡിയോ ഇട്ടത്, ഇതുവരെ യാതൊരു ബന്ധമില്ലാത്തൊരു വീഡിയോയുടെ താഴെ പോലും ആൾക്കാർ ഭയങ്കരമായിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, എലിസബത്തിൻ്റെ കാര്യം എന്താണ്, എലിസബത്ത് സേഫ് ആണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആകുലതയാണ്. അതൊരു മനുഷ്യത്വമാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന കുറേയധികം നല്ല മനുഷ്യരാണ് അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത്. ഞാൻ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അവരുടെ മുമ്പിലേക്കാണ് വളരെ ജെന്യുവനായിട്ട് ഈ അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വളരെ ജെന്യുവനായിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇവർ ഇന്നലെ നാളെ അതെന്ന് ഞാൻ പറയുന്നത് പച്ചക്കള്ളമാണെന്നൊക്കെ പറയുമല്ലോ, അത് പറയുന്നെങ്കിൽ പറയട്ടെ. ബട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നിലവിൽ എന്താണ് എലിസബത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ പരിതാപകരം എന്നാണ് പറയാം. സേഫാണ്, ബട്ട് പരിതാപകരമാണ്. പരിതാപകരം എന്ന് വെച്ചാൽ ഭയം എന്നുള്ളൊരു സംഭവം നല്ല രീതിയിൽ പിടിമുറുക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അതായത് ഈ പുള്ളിക്കാരത്തിക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയങ്ങളിൽ ഭീഷണിയുടെ സംവിധാനങ്ങളോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് അവർക്ക് വരികയും അത് കാരണം അവർ ഇച്ചിരി ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ആ ഒരു മുന്നോട്ട് വരാനുള്ള ഒരു ശക്തി വീണ്ടും ചോർന്നു പോയി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും ചിരി വരും. എന്തുവാടേ, ഇതൊക്കെ വലിയ കാര്യമാണ്, നമ്മളൊക്കെ എത്ര കണ്ടിട്ടുണ്ട്. ഇവിടെ ചെകുത്താൻ കേസ് കൊടുത്തു, മറ്റേ അജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ കേസ് കൊടുത്തു, ഒരുപാട് കേസുകൾ മറ്റത് മറിച്ചൊക്കെ വന്നു. എന്നിട്ടൊക്കെ എന്തായി എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിനോട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് വരാത്ത കാര്യമാണ്, നമ്മുടെ ലൈഫിനകത്ത് ബാധിക്കുന്ന കാര്യമല്ല എന്ന് കുറേ ആൾക്കാർ പല സ്ഥലങ്ങളിൽ കമൻറ്റ് ചെയ്യുന്ന കാണുന്നുണ്ട്. വെറുതെ എന്തിനാണ് കണ്ടവൻ്റെ കുടുംബം. സോ എനിക്കതിലേക്ക് വീണ്ടും സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങളടുത്ത് ഞാൻ പറയുന്നു, എലിസബത്ത് സേഫാണ്, 100% സേഫാണ് എന്നാണ് ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ എലിസബത്ത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കരുത് എന്നുള്ള കാര്യം അണ്ണാച്ചിയുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കുക, ഈ വിഷയം ആരും ഏറ്റെടുക്കാതിരിക്കുക, സോഷ്യൽ മീഡിയക്കകത്തുള്ള ഡിസ്കഷൻസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുക, ചാനലടിച്ച് കളയുമെന്ന് പറയുക, അവരെ നിയമപരമായി കൊടുക്കുമെന്ന് പറയുക, അവരെ വീട്ടിൽ കയറി അടിക്കുമെന്ന് പറയുക, കൊല്ലാക്കൊല ചെയ്യുക, വധഭീഷണി, മറ്റുള്ള പരിപാടികൾ. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ സംസാരിക്കാനുള്ള ഭയം വന്നതുകൊണ്ടാണ് പലരും അതിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് തോന്നുന്നു. എനിക്ക് അല്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഭയം കൊണ്ട് എനിക്ക് ജീവനാപത്ത് തന്നെയാണ്. നമ്മൾ എന്നായിരുന്നാലും ഒരാൾ ഇനിയിപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചിരുന്നാൽ പിന്നെ എന്തോ ചെയ്യാൻ പറ്റും, വന്ന് കൊന്നിട്ട് പോട്ടെ, അതുകൊണ്ടുള്ള സമാധാനം കിട്ടട്ടെ. ഞാൻ ഈ രാജ്യത്ത് ഭരണഘടനയും നിയമവും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ വന്ന് കയറി എന്നെ കൊല്ലണമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ ഒരു സംഭവത്തിനാണെങ്കിൽ നടക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരിക്കാൻ മുന്നോട്ട് വെച്ച കാര്യത്തിന് ഞാൻ മടിക്കുമ്പോൾ, ഒരു കൂട്ടം ആൾക്കാർ മടിക്കുമ്പോൾ, ആ വിഷയം താഴോട്ട് പോകുമ്പോൾ, ആ ഒരു കാരണത്താൽ ഒരാൾ അഫക്റ്റഡ് ആയിട്ട് നാളെ ഒരു സമയത്ത് അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ എന്തെങ്കിലും അവർക്ക് പറ്റി, അവരുടെ ജീവന് ആപത്ത് പറ്റി എന്നുള്ളത് അറിഞ്ഞ ശേഷം വന്നിരുന്ന് മോങ്ങാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഇന്ന് ചെയ്യേണ്ടത് ഈ നിമിഷം ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സോളിഡായിട്ടുള്ള എവിഡൻസ് സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ കിടപ്പുണ്ട്. പേരുകൾ പറഞ്ഞുകൂടാന്നല്ലേ ഉള്ളൂ, ആളുടെ മറ്റുള്ള വീഡിയോസും മറ്റുള്ള കാര്യം ഇടണ്ടെന്നല്ലേ ഉള്ളൂ. അല്ലാതെ തന്നെ ഈ കാര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഡിസ്കഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കിടപ്പുണ്ട്. സോ നിലവിൽ ആ പുള്ളിക്കാരത്തി അഫക്റ്റഡ് ആണ്, വീണ്ടും ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്നാൽ ഇനി മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വരുന്നത് പോലെ നിങ്ങളെ മുമ്പിൽ അറിയിക്കാം. എന്തായിരുന്നാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലത്തെ ഒരു എൻഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. എനിക്കിപ്പോൾ കൂടുതൽ അതിന് അറിഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾക്കും അറിയാമല്ലോ, ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് അത്രയും തൽക്കാലം കേൾക്കാം. ഇനി നമുക്ക് മറ്റ് ചില വിഷയങ്ങളിലേക്ക് വരാം. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസ് കൊടുത്ത കാര്യങ്ങളും കേസ് കൊടുക്കാത്തതിനെ കുറിച്ചൊക്കെ എലിസബത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഒരു കാര്യം ഉള്ള കാര്യമാണ്, കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം മെനിഞ്ഞാന്നിട്ട വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ബോക്സ് വന്നൊരു കമൻറ്റാണ്. ഇത് കേട്ട് നോക്കൂ ബ്രോ, കേസ് 2 ടൈം കൊടുത്തിട്ടുണ്ട്, 2 പ്രാവശ്യം എലിസബത്ത് കേസ് കൊടുത്തിട്ടുണ്ട്, അവർ കേസ് എടുത്തിട്ടില്ലായിരുന്നു. സെയിം കാര്യം എലിസബത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും കൊടുക്കാത്തതെന്ന്. ഒരിടത്തും കമൻ്റ് ഇടാത്ത ആളാണ് ഞാൻ, പക്ഷേ ഇടാതിരിക്കാൻ പറ്റുന്നില്ല. ആ ലേഡിക്ക് ഓപ്പണായി കാര്യങ്ങൾ സംസാരിക്കാൻ ഇപ്പോഴാണ് കുറച്ച് ധൈര്യം വന്നത്. അതിപ്പോൾ ചോർന്നു പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ധൈര്യം ചോർത്തി കളഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവം. അത് മൊത്തത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതും അവരെ മോശക്കാരിയാക്കിയത് കൊണ്ട് മാത്രം എന്നുള്ള രീതിയിൽ ഒരു കമന്റ് വന്നു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോൾ ഇയാളെ ആ പുള്ളിക്കാരി മാനസിക രോഗിയാക്കി. ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ടോടിയത് അവർ പേടിച്ചിട്ട്. ഇയാളെ ഇത് കാണണം, ഇവള് നിങ്ങൾ ജയിലിലാക്കാം,
നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും വരാം. നമ്മുടെ ഈ പറയുന്ന എലിസബത്തിന് ഓപ്പൺ ആയിട്ട് അത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് പേടി, അവർ ജീവനം കൊണ്ട് ഓടിയതാണ് ഗുജറാത്തിലേക്ക്. നിങ്ങൾക്കറിയാം, അവർ ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ട് ഓടിയത്. അവർ പേടിച്ചിട്ട് ഇയാളെ ഇത് കാണും. ഇവിടെ പുള്ളിക്കാരി ഇത് 5 മാസത്തിന് മുമ്പ് വന്നൊരു വീഡിയോ ആണ്. 5 മാസത്തിന് മുമ്പ് വന്നൊരു വീഡിയോ ഇപ്പോഴും അത് അവൈലബിൾ ആണ്. ആ ഒരു വീഡിയോ ഓൾറെഡി 2 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ അന്ന് കണ്ടിട്ടുള്ള ഇതാണ്. ആ ഒരു വീഡിയോയ്ക്കകത്ത് അന്ന് നമ്മുടെ അമൃതയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമൃതയുടെ സുഹൃത്തും അമൃതയുടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡീൽ ചെയ്യുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരി അന്ന് വന്ന് നടത്തിയ വെളിപ്പെടുത്തലിനകത്താണ് എലിസബത്തിൻ്റെ കാര്യം അറിഞ്ഞതിന് ശേഷം പറയുന്ന കാര്യമാണ് നിങ്ങളോട് കേൾക്കുക. ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോൾ ഇയാളെ ആ പുള്ളിക്കാരി മാനസിക രോഗിയാക്കി അവരുടെ മുമ്പിൽ. അതായത് കേസ് കൊടുത്ത സമയത്ത് എലിസബത്തിനെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലായിടത്തും പറയണം കിളിപോയി, വിവരമില്ല, അതുപോലെ തലയ്ക്ക് ബോധമില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എങ്കിൽ ഈ MBBS പോലുള്ള കാര്യങ്ങൾ അവരുടെ എന്താണ് അക്കാഡമിക്സിൻ്റെ അകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഉയർന്ന മാർക്ക് വാങ്ങിച്ച് ഒരു കുട്ടിക്ക് അങ്ങനെ പഠിച്ചൊക്കെ വരാൻ പറ്റൂടെ? ഒരു കോമൺ സെൻസ് വേണ്ടേ? ഒന്നുമില്ലാതെ ഒരാളങ്ങ് ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ ഏറ്റവും വലിയ കാര്യം ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി, ആ പേഴ്സണാലിറ്റി നോർമൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു സ്ത്രീയെ തളർത്താൻ പറ്റും. അതായത് ഒരു ഭർത്താവിന്റെ ഭാര്യ തളർത്താൻ 2 മാർഗ്ഗമുണ്ട്. ഒന്ന് അവരുടെ മൊറാലിറ്റിയെ കുറ്റം പറയുക, 2 അവരെ മാനസിക രോഗിയാക്കുക. ഇത് രണ്ടുമാണ് പുള്ളി ചെയ്തിരുന്നത്. എന്റെ ചേച്ചിയെ പറ്റി അപവാദം പറഞ്ഞു കിടക്കുന്ന പുള്ളിക്കാരിക്ക് പരപുരുഷ ബന്ധമുണ്ട്, പുള്ളിക്കാരി അങ്ങനാണ് ഇങ്ങനാണ്. അതായത് ഒരാൾ തനിക്ക് വഴങ്ങിയിട്ടില്ല എങ്കിൽ, തനിക്ക് താൻ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ നടന്നിട്ടില്ല എങ്കിൽ അവർക്ക് പിന്നെ പരപുരുഷ ബന്ധമെന്നും മറ്റുള്ള വേറെ തരത്തിലുള്ള അഴുക്ക സ്വഭാവങ്ങളാണെന്നും അതുപോലെ തന്നെ അവരുടെ ലൈഫിലേക്ക് വന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ആണാണെങ്കിൽ അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡും മറ്റവനും മറിച്ചവനുമാണെന്നും അവൻ വിമണൈസറാണ്, മറ്റവനാണ് മറിച്ചവനാണെന്നും ഞാൻ പറയുന്നത് അറിയാമല്ലോ. നമ്മുടെ ഗോപിസുന്ദറിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് പബ്ലിക്കിൽ. പിന്നെ ഇവിടെ നമ്മുടെ എലിസബത്തിന്റെ കാര്യത്തിനകത്താണെങ്കിൽ എലിസബത്തിന് മെന്റലി സ്റ്റേബിൾ അല്ല, വേണ്ടത് മെഡിക്കൽ അറ്റൻഷൻ ആണെന്നൊക്കെയാണ് ഈ പ്രസ്തുത അണ്ണാച്ചി പറയുന്നത്. ഓക്കെ, പുള്ളിക്കാരി 2ാമത് വിവാഹം കഴിച്ചു. അവർ വിവാഹം കഴിച്ച് തെറ്റുണ്ടോ? നിങ്ങൾ പറ. പുള്ളിക്കാരിക്ക് ഭാര്യയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും കരുതലും അയാളുടെ നിന്ന് കിട്ടി. എന്തൊക്കെ പറഞ്ഞാലും ഓപ്പൺ ആയിട്ട് പറയാലോ, ഇവരെ 2 പേരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോപിസുന്ദറാണ് നല്ലത്. കാരണം ഇയാൾ പെണ്ണുപിടിയനാണ്, ദുഷ്ടനാണ്, അതായത് ഒരു അൺനാച്ചുറൽ സെക്സ് ചെയ്യുന്നു, അതേപോലെ ഇയാളൊരു റേപ്പിസ്റ്റ്. ജനറലി സ്പീക്കിംഗ് ഇയാളൊരു റേപ്പിസ്റ്റ് ആണ്. സ്ത്രീകളുടെ സമ്മതമില്ലാത്ത രീതിയിൽ അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നവരൊക്കെ റേപ്പിസ്റ്റ് ആണ്. നിങ്ങൾ ഈ റേപ്പിന്റെ ഡെഫിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ റേപ്പ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ മനസ്സിലാക്കണം ഈ ഒരു കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിലെങ്കിൽ. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളുടെ അകത്ത് അവരുടെ കൺസെൻറ്റ് എന്നുള്ള സാധനമുണ്ട്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് താല്പര്യം തോന്നണം. ആ താല്പര്യം തോന്നി അവരുടെ ആ ഒരു താല്പര്യങ്ങൾ ഉണ്ടായതിന് ശേഷം മാത്രമാണ് ഈ ഒരു സംഭവം നടക്കുക. അത് ഏത് മൃഗങ്ങളുടെ അടുത്ത് നോക്കി നിന്നാൽ അങ്ങനെ തന്നെയാണ്. ആ താല്പര്യത്തിന് ശേഷം മാത്രമാണ് ആ ഒരു ഇതിലേക്ക് പോവുക. എന്നാൽ പങ്കാളി ഒരാൾ, ഇപ്പം പെണ്ണോ ആയിക്കോട്ടെ ആണായിക്കോട്ടെ, ഇതിനകത്ത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് റേപ്പിൻ്റെ അകത്ത് വരുന്ന സംഭവം എന്ന് വെച്ചാൽ പങ്കാളിക്ക്, ആ ഒരു പെണ്ണിന് ഇതിനോടൊരു താല്പര്യവും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനൊരു താല്പര്യം ഉണ്ടാവും. ഇദ്ദേഹത്തിന് ആ ഒരു എന്താണ് താല്പര്യം, ഫ്രസ്ട്രേഷൻ അങ്ങ് അടിച്ചു കയറി തലയിൽ മൂത്ത് നിൽക്കുന്ന സമയത്ത് എന്തു പറയുക, അതിൻ്റെ ഒരു അവസ്ഥ മൊത്തത്തിൽ അങ്ങ് പീക്കിൽ നിൽക്കുന്ന സമയത്ത് എന്താ വേണം ശരീരം വേണം. ശരീരമാണ് വേണ്ട, അവരുടെ മനസ്സൊന്നും വേണ്ട, ശരീരം വേണം. അപ്പം എന്താണ്, ആ ശരീരത്തിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. സിനിമകളിൽ, പണ്ടത്തെ സിനിമകളിൽ കാണുന്ന കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ സിനിമകളിൽ അത് കുറവാന്ന് മാത്രം. അപ്പം അങ്ങനെ കീഴ്പ്പെടുത്തലാണ്. ഈ കീഴ്പ്പെടുത്തുന്ന സമയത്ത് ഈ സ്ത്രീ അതിനകത്ത് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ തട്ടിമാറ്റുകയും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കും. ഈ ചെറുത്ത് നിൽപ്പ്, ഈ സൈക്കോപാത്തുകളായിട്ടുള്ള ആൾക്കാർക്ക് ഈ ചെറുത്ത് നിൽപ്പ് കാണുന്നത് ഭയങ്കര രസമാണ്. കാരണം ഈ പൂച്ചയുടെ കയ്യിൽ കിട്ടുന്ന എലിയെ കണ്ടിട്ടില്ലേ, അതിനെ തട്ടി കൊല്ലാതെ കൊല്ലും, അങ്ങനെ പരിപാടി. അതുപോലെ ഇത് ഇങ്ങനെ അവരെങ്ങനെ ഈ ബലപ്രയോഗം നടത്തുന്ന സമയത്ത് അതിനെ ആസ്വദിച്ചിട്ട് അവസാനം അവരെ കീഴ്പ്പെടുത്തി അവരെ പുൽകുന്നു അല്ലെങ്കിൽ ഭോഗിക്കുന്നു. അവരെ അങ്ങ് ഇവരുടെ ആവശ്യത്തിന് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ പരിപാടി അങ്ങ് നടത്തുന്നു. അവരുടെ കൺസെൻറ്റോ അവരുടെ താല്പര്യമോ ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഒരു തരം താല്പര്യവും ഇല്ലാതെ ആ സ്ത്രീയെ ഉപയോഗിക്കുന്നു. ആ ഉപയോഗിക്കുന്നതിനാണ് ഈ പറഞ്ഞ പേര് പറയുന്നത്. അങ്ങനെ ഉപയോഗിക്കപ്പെട്ട നിരന്തരവും പല സാഹചര്യങ്ങൾ 2 വർഷത്തോളമുള്ള ലൈഫിൻ്റെ അകത്ത് അത് കഴിഞ്ഞതിന് ശേഷം രക്ഷപ്പെട്ടോടിയതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കും എനിക്കും ഈ പബ്ലിക്കിനും അറിയുന്നതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് ഇന്ന് ഈ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നതും ഇപ്പോൾ ഈ ഭീഷണിപ്പെടുത്തലിലൂടെ സത്യം പറഞ്ഞ നാവ് നിശബ്ദയാവുന്ന ഒരു അവസ്ഥയിലേക്കും വന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു മുഖം ഈ പ്രസ്തുത അണ്ണാച്ചിക്കുണ്ട്. അണ്ണാച്ചിയുടെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ? എനിക്കും ഫാമിലി, ഇപ്പോൾ പല കമൻസും കാണാറുണ്ട്,
നിങ്ങൾക്ക് ഇത് കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഇതുമായിട്ട് വിട്ടുപിടിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ജീവന് ഭീഷണിയുള്ള കാര്യത്തിനെക്കുറിച്ച് ഞാൻ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആൾക്കാരും ആ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവില്ല നമുക്കറിയത്തില്ല. ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ വ്യക്തി തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഓക്കെ, അയാൾക്ക് ഒരുപാട് ഗ്യാങ് ഉണ്ട്. തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. വ്യാപിച്ച് കിടക്കുന്ന പല ഒരു ഗുണ്ടാപ്പടകൾ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ രാഷ്ട്രീയ പിൻബലം ഉള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ആളുണ്ട്. അങ്ങനെയുള്ള ഒരാൾ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ അത്രയും കഴിവുള്ള ഒരാൾ വിചാരിച്ച നമ്മളെയൊക്കെ നിസ്സാരമായിട്ട് അയാൾക്ക് എന്തുവേണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പ്. ആ ചെയ്യുമെന്നുള്ള കാര്യം ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നിശബ്ദരാവേണ്ട കാര്യമുണ്ടോ? ചെയ്യേണ്ട കാര്യം ചെയ്യും, അയാൾ ചെയ്യട്ടെ. ഇപ്പം എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം വെച്ച് ഒരാളിങ്ങനെ പന്താടുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മറ്റൊരാളുടെ ലൈഫിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരുടെ ശബ്ദം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വരാത്ത രീതിയിൽ വരുന്ന സമയത്ത് ഒരല്പമെങ്കിലും ധൈര്യം ഞാനൊക്കെ കാണിക്കണ്ടേ? അത് എൻ്റെ സാമൂഹിക ഉത്തരവാദിത്വമല്ലേ? എൻ്റെ വീട്ടിൽ വന്നാൽ മാത്രമല്ല, എൻ്റെ സമൂഹത്തിൽ നടക്കുന്ന സമയത്തിന് സംഭവങ്ങളുടെ അകത്ത് ഞാനിത് അഡ്രസ്സ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നാളെ എൻ്റെ വീട്ടിൽ നടന്നു കഴിഞ്ഞാലും ഇതുപോലെ ആയിരിക്കും സമൂഹം വളരെ നിശബ്ദമായി പോവും. ഒരു ചെറുത്തുനിൽപ്പ് എവിടെയെങ്കിലുമൊക്കെ വേണ്ടേ? ഒരാൾക്ക് ഒരു ഊർജ്ജം പകരാൻ വേണ്ടി നമ്മുടെ 2 വാക്കുകൾ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും, ഉറപ്പല്ലേ? ആ ഒരു കാര്യം വന്നിരുന്നാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം ചെയ്യാമല്ലോ. അത്രയും മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. ബാക്കി കേൾക്കാം. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ, അതിന്റെ തെളിവ് മറ്റേ പേപ്പറിലകത്ത് നിങ്ങൾ ചെയ്തേക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഭാര്യ അവരോട് രണ്ടുപേരും തമ്മിൽ സംസാരിക്കും, ഞാൻ കേട്ടെ. എന്റെ ഒരു തെളിവുണ്ട്. ആ തെളിവ് വെച്ച് തന്നെ ഓഫീസ് കൊണ്ടതാണ് നല്ലത്. കാരണം ഇയാൾ പെണ്ണുപിടിയനാണ്, ദുഷ്ടനാണ്, അതായത് ഒരു അൺനാച്ചുറൽ സെക്സ് ചെയ്യുന്നു. അതേപോലെ ഇയാളൊരു റേപ്പിസ്റ്റ്. ജനറലി സ്പീക്കിംഗ് ഇയാളൊരു റേപ്പിസ്റ്റ് ആണ്. സ്ത്രീകളിൽ സമ്മതമില്ലാത്ത രീതിയിൽ അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നവരൊക്കെ റേപ്പിസ്റ്റാണ്. നിങ്ങൾ റേപ്പിസ്റ്റാണ്, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ, അതിന്റെ തെളിവ് മറ്റേ പേപ്പറിലകത്ത് നിങ്ങൾ ചെയ്തേക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഭാര്യ അവരോട് രണ്ടുപേരും തമ്മിൽ സംസാരിക്കും, ഞാൻ കേട്ടെ. എന്റെ ഒരു തെളിവുണ്ട്. ആ തെളിവ് വെച്ച് തന്നെ ഞാൻ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ കുറെ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ ചാരിറ്റിയുടെ ഇൻകം ഇടുന്ന, അതായത് വിദേശത്ത് കുറച്ച് അമേരിക്കയിലൊക്കെ കുറച്ച് ചേച്ചിമാരുണ്ട്. അവരോട് മറ്റു ചാരിറ്റിയുടെ പേരിൽ കുറച്ച് പൈസ ഒന്നും മേടിക്കും. അവരൊക്കെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കും. അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഒരു 10,000 രൂപ ഇവർക്ക് കൊടുത്തിട്ട് അങ്ങ് പറ്റിക്കും. മനസ്സിലായോ? ഈ പുള്ളി ചാരിറ്റി എത്ര ചാരിറ്റിയുടെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്? 10,000 രൂപയ്ക്ക് മേളിൽ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്? അതിന്റെ ഒന്ന് പ്രൂഫ് കാണിച്ചേ. ഞാനും ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്, ഞങ്ങൾക്കും ചാരിറ്റി ഉണ്ട്. അടപടലം മൂഞ്ചു ആണല്ലോ നാഥ. അതായത് ചാരിറ്റിയുടെ കാര്യത്തിൻ്റെ അകത്താണെങ്കിലും ഈ പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന കാര്യത്തിൻ്റെ അകത്താണെങ്കിലും ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കട്ടെ. ഒരു ലേഡിക്ക് ഇത്രയും തുറന്നു പറയാനുള്ള ചങ്കൂറ്റത്തെ ഞാൻ മാനിക്കുന്നു. ഒത്തിരി പബ്ലിസിറ്റി ആകേണ്ട വാർത്തയാണിത്. അവന് സപ്പോർട്ടുള്ള എല്ലാവരും ഇത് കാരണം കേൾക്കണം. നോക്കെങ്കിൽ ഇത്രയും ധൈര്യം വന്നല്ലോ. സത്യം, ഇവിടെ തുറന്നു പറയാൻ സന്തോഷം. ആ പാവം അമൃതയെ കുറ്റം പറഞ്ഞ് ജനങ്ങൾ നിർത്തുമല്ലോ. മുടിക്ക് ഇങ്ങനെ വേണം പെൺകുട്ടികൾ. പാവം അമൃത അവൾ അനുഭവിച്ചു. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സംഭവം എലിസബത്ത് ആണെങ്കിൽ അന്ന് അമൃതയെ കാര്യമാണ് ആ ഒരു ഉയർന്നു നിന്ന വിഷയം. മനസ്സിലാകുന്നുണ്ടോ? ഇന്നിപ്പോൾ എല്ലാവരും ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് കമൻറ്റ്, ഇതിലൊരൊറ്റ നെഗറ്റീവ് കമൻറ്റില്ല. അതിനർത്ഥം ഇവനെ എല്ലാവർക്കും മനസ്സിലായി, നന്നായി മോളെ എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാക്കാത്തവരുണ്ടെന്നറിയാം. ഇത് കണ്ടിട്ടും ചിലപ്പോൾ എൻ്റെ മുഖം കണ്ടി ഭ്രാന്താണ് എന്ന് പറയുന്ന ആൾക്കാർ. നിങ്ങൾ ഭ്രാന്തനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ എന്നെ പറയുന്നത് ഭ്രാന്തൻ എന്നാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ എഴുതുന്ന വരികൾക്ക് കൊടുക്കുന്ന പേര് ഭ്രാന്തൻ്റെ വരികളെന്നാണ്. സോ ഞാൻ എന്നെ തന്നെ വിചാരിക്കുന്നത് സമൂഹത്തിൻ്റെ അകത്ത് ഭയങ്കര കോൺഷ്യസ് സ്റ്റേറ്റ് ഉള്ള, ഭയങ്കര മെൻ്റൽ സ്റ്റെബിലിറ്റി ഉള്ള, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയും വിവരവും മറ്റുള്ള സംഭവങ്ങളെല്ലാം ഉള്ള ആൾക്കാരെല്ലാം നല്ലവരാണ്. അവരിൽ ഒട്ടും നല്ലവനല്ലാത്ത, ഒരു തരത്തിലുള്ള ഗുണവും ഇല്ലാത്ത, ഭ്രാന്തുള്ള, ഒരു നല്ലത് ഒന്നും ചെയ്യാത്ത ഒരു വൃത്തികെട്ട ഒരു തരത്തിലുള്ള ഒരാളായിട്ട് നിങ്ങൾ കാണുക. ഞാൻ അങ്ങനെ തന്നെയാണ് എന്നെ കാണുന്നത്. ഞാനൊരു എന്താ പറയുക, എൻ്റെ ശരീരം മരണപ്പെട്ടതിന് ശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അഴുകി പുഴുത്ത് ചീഞ്ഞ് നാറും അല്ലേ? ബാക്കിയുള്ളവരുടെ സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ ചന്ദനത്തിൻ്റെ ഗന്ധം പരത്തുന്ന ശരീരവും കൊണ്ട് നടക്കുന്നത് പോലെയല്ല ഞാൻ. എൻ്റെ ശരീരം ജലാംശവും മറ്റുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് അഴുകി പുഴുത്തു പോകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എൻ്റെ ലൈഫിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആവാൻ ഞാൻ ഒന്നും ചെയ്യാറില്ല. പെർഫെക്റ്റ് അല്ലയും താനും. നമ്മളൊക്കെ പെർഫെക്റ്റ് ആവുന്നത് എന്തിനാ? പക്ഷേ ഇവിടുത്തെ ഈ ഒരു വിഷയം, ഇദ്ദേഹത്തിൻ്റെ പെർഫെക്ഷൻ ഇംപെർഫെക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കഷനിൽ വരുന്നില്ല. പക്ഷേ വരുന്ന കാര്യം എന്താ? അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ്. ഒരുപാട് പേര് പറഞ്ഞു. അന്ന് എലിസബത്ത് പറഞ്ഞു, അന്ന് അമൃത പറഞ്ഞു, രണ്ടാമത് പാപ്പു പറഞ്ഞു, മൂന്നാമത് എലിസബത്ത് പറയുന്നു.
ഇവരെല്ലാവരും പറഞ്ഞ സമയത്ത് ഓരോരുത്തർക്കെതിരെയും ഇമോഷണൽ ആയിട്ടുള്ള ഹൈജാക്കിങ് എന്തുമാത്രമാണ് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് നടന്നത് ഈ പറയുന്ന അണ്ണാച്ചി. ഇന്ന് ആ പെൺകുട്ടി തുറന്നു പറഞ്ഞ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി ജനങ്ങളുടെ സപ്പോർട്ട് എന്നുള്ള കാര്യം മാത്രമല്ല, ഞാൻ പറയുമെന്ന് തന്നെ പറഞ്ഞാൽ വന്നത്. ജനങ്ങൾ പുറകെ കൂടിയതാ, സപ്പോർട്ടുമായിട്ട് വന്നവരാണ്. പക്ഷെ നിലവിൽ പല ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ താഴ്ന്നു പോകും. ഞാൻ പലവട്ടം പറഞ്ഞതാ. സോ എനിക്കും അറിയത്തില്ല. പക്ഷേ നിശബ്ദയാക്കി കളഞ്ഞത് കണ്ടോ? ഒരു നിമിഷം കൊണ്ട് നിശബ്ദയാക്കി കളഞ്ഞത് കണ്ടോ? എന്താ സംഭവം? ഭീഷണിപ്പെടുത്തി. ഭീഷണി കൊണ്ട് പൊറുതി മുട്ടിച്ച് ആ കുട്ടിയെ നിശബ്ദയാക്കി കളഞ്ഞു. അതെവിടെയാ ഇപ്പോൾ അറിയോ? എന്താണ് സേഫാണ്, ഞാൻ പറയുന്നത് സേഫാണ്. പക്ഷേ ഈ ഒരിടത്തും പുറത്ത് വരുന്നില്ലല്ലോ. അറിയാം, നിങ്ങൾക്ക് ഇതിൻ്റെ ഡിപ്രഷനെ കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അറിയാം. ഡിപ്രഷനും അതിനുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാരുടെയൊക്കെ ശാരീരികമായിട്ടൊക്കെ എന്തുമാത്രം വീക്കായിരിക്കും എന്നറിയും. മെൻ്റലി ഉള്ള കാര്യങ്ങളിലാണ് മരുന്ന് കഴിക്കുന്നത്. പക്ഷേ ശാരീരികമായിട്ട് എന്തുമാത്രം വീക്കായിരിക്കും എന്നറിയാം. അവർക്ക് ഒരുപാട് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വരും, മറ്റുള്ള പല കാര്യങ്ങൾ, ഫുഡ് ഇൻടേക്കിങ്ങിൻ്റെയും മറ്റുള്ള പല കാര്യങ്ങൾ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ അതിൻ്റെ ഈ മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ആയിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റു പലതും വരും. അത് അറിയുന്നവർക്കറിയാം, അറിയാത്തവരടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എലിസബത്ത് സേഫ് ആണെങ്കിലും എലിസബത്ത് ഇപ്പോൾ ഇത്രയും നാളില്ലാത്ത രീതിയിലുള്ള ഒരു ഭീഷണിക്ക് വഴങ്ങി വശംവദയല്ല, അതിന് അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, ഭീഷണിയിൽ സത്യം പറഞ്ഞവർ ഭയന്നിരിക്കുകയാണ്. ഓക്കെ, അവർ സ്ത്രീയാണ്, അവർക്ക് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയണമെന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ പർട്ടിക്കുലർ വ്യക്തി അവരെ വെളിപ്പെടുത്തൽ നടത്തിയതിനകത്ത് പറയുന്ന കാര്യങ്ങളുണ്ട്. കേസ് 2 തവണ കൊടുത്തതാണ്, എടുക്കാത്തതാണ്. അപ്പോൾ ഇനിയും ഈ കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ വലിയ കാര്യം അറിയത്തില്ല. അത് എങ്ങനെയാണ് ഇത് എത്തിക്കേണ്ടതെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് അവരും ചിന്തിച്ച് ഓരോന്ന് ചെയ്തു വരണം. നമ്മളും പറയുന്നത് എന്താ, നിങ്ങൾ പതിയെങ്കിലും നിങ്ങൾ കേസ് കൊടുക്കണം. മുഴുവൻ ആൾക്കാരിരുന്ന് പല ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും പറയുന്നുണ്ട് കേസ് കൊടുക്കാത്തതെന്താ. ഞാനും പറയുന്നു കേസ് കൊടുക്കാത്തതെന്താ. പക്ഷേ കേസ് കൊടുക്കുന്നതിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, സാങ്കേതികത്വം അല്ല, ഭയം. ആ ഭയത്തിനെ മറികടക്കാൻ എന്തെങ്കിലും പരിപാടി ചെയ്ത് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് പറ്റുമോ? ഈ പറയുന്നവർക്ക് പറ്റുമോ? പറ്റില്ലല്ലോ, നമുക്ക് ആർക്കും പറ്റത്തില്ലല്ലോ. അപ്പോൾ ചെയ്തു കൊടുക്കാനുള്ളൊരു സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ടോ? ഉള്ളവരാണത് ചെയ്തു കൊടുക്കേണ്ടത്. അവർ കേസ് കൊടുക്കാനും അതിനെ മുഖ്യധാരയിൽ അത് കൊണ്ടുവരാനും ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന ആൾക്കാർ എല്ലാവരും കൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ കുറ്റപ്പെടുത്തുന്നത് അവരെ കുറ്റം പറയുന്ന ആൾക്കാരെ അല്ല, മറ്റുള്ളവരല്ല. കൂടെ ചേർന്ന് നിൽക്കുന്നവരാ കൂടുതൽ. കൂട്ടിനുണ്ട്, കൂടെയുണ്ട്, എന്ത് വന്നാലും ഞങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത്. സത്യം പറയാമല്ലോ, കമൻറ്റ് ബോക്സിൻ്റെ അകത്തൊക്കെ നിങ്ങൾ നോക്ക്. കഴിഞ്ഞ വീഡിയോ, ഞാനിട്ട വീഡിയോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ വീഡിയോക്കകത്ത് വന്ന കമൻറ്റ് കാരണമാണ് ഇത് നേരത്തെ ഈ വീഡിയോ ഞാൻ ചിലരെ വിളിച്ച് സംസാരിച്ചത്. എന്താണ്, ഓക്കെ ആണോ, സേഫ് ആണോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എടാ സേഫൊക്കെയാണ്, പക്ഷേ സംഭവം ഇച്ചിരി പ്രശ്നമാണ്, ഭയന്നിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്, പേടിപ്പിച്ച് കളഞ്ഞു, ഭീഷണിപ്പെടുത്തി കളഞ്ഞു. എന്ത് ചെയ്യാനാണ്, ഒരാളുടെ മനസ്സല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാം. ഒരാൾ ഊർജ്ജത്തോടു കൂടി വരുമ്പോഴേക്കും അടിച്ച് താഴെ ഇടുന്ന സമയത്ത് പിന്നെ എന്തോ ചെയ്യാനാണ്? സോ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, റെഗുലറായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ എങ്കിലും ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തിരിക്കും. അതുകൊണ്ട് ദയവായി നിങ്ങളാരും എമർജൻസി സിറ്റുവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളെ അറിയിക്കും. സോ എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴി അറിയിക്കാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന റൈസ്. ബൈ.